ചൊവ്വയിലെ ദ്രാവകജലത്തെക്കുറിച്ചുള്ള മാർസിസ് ഷാരാഡ് പഠനങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ ഉപരിതലത്തിൽ എപ്പോഴെങ്കിലും ദ്രാവകജലം ഉണ്ടായിരുന്നോ എന്നത് ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു വലിയ ചോദ്യമാണ്. പുരാതന ചൊവ്വയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ ഇന്നത്തെ ചൊവ്വയിലെ അതിശൈത്യവും വരണ്ട സാഹചര്യങ്ങളും ദ്രാവകജലത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു. MARSIS, അതായത് മാസ് അഡ്വാൻസ്ഡ് റേഡാർ ഫോർ സബ്സർഫേസ് ആൻഡ് അയോണോസ്ഫിയർ സൗണ്ടിംഗ്, ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചൊവ്വയുടെ ദക്ഷിണധ്രുവത്തിലെ ഹിമപാളിയുടെ അടിത്തട്ടിൽ നിന്ന് 20 കിലോമീറ്റർ വിസ്താരമുള്ള ഒരു പ്രദേശത്ത് നിന്ന് MARSIS ശക്തമായ റഡാർ പ്രതിഫലനങ്ങൾ കണ്ടെത്തി. ഇത് ഹിമപാളിക്ക് താഴെ ദ്രാവകജലമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒരു കണ്ടെത്തൽ ചൊവ്വയിലെ ജീവന്റെ സാധ്യതകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. എന്നാൽ ഹിമപാളിക്കടിയിൽ ദ്രാവകജലം നിലനിർത്താൻ വളരെ ഉപ്പുവെള്ളമോ പ്രാദേശിക അഗ്നിപർവ്വത ചൂടോ ആവശ്യമാണ്. ചില ശാസ്ത്രജ്ഞർ MARSISന്റെ കണ്ടെത്തലുകൾക്ക് മറ്റ് വരണ്ട വിശദീകരണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാർബൺ ഡയോക്സൈഡിന്റെയും ജലഹിമത്തിന്റെയും പാളികൾ. മാസ് റെക്കഗ്നൈസൻസ് ഓർബിറ്ററിലുള്ള ഷറാദ് മാസിസിനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നു. ഷറാദിന് മുമ്പ് ഹിമപാളിയുടെ അടിത്തട്ടിലേക്കെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ MARSISന്റെ ഫലങ്ങളുമായി താരതമ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു പുതിയ തന്ത്രം വളരെ വലിയ റോൾ അഥവാ VLR ഷറദിന്റെ സിഗ്നൽ ശക്തിയും ആഴവും വർദ്ധിപ്പിച്ചു. ഗാരേദ് മോർഗനും സഹപ്രവർത്തകരും 91 ഷറാദ് നിരീക്ഷണങ്ങൾ പരിശോധിച്ചു. VLR തന്ത്രം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അടിത്തട്ടിലെ പ്രതിഫലനം കണ്ടെത്തിയത്. MARSISന്റെ കണ്ടെത്തലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഷറദിന്റെ കണ്ടെത്തൽ വളരെ ദുർബലമായിരുന്നു. ഇത് ഉയർന്ന പ്രതിഫലന മേഖലയിൽ ദ്രാവകജലമുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. ഹിമപാളിയുടെ അടിയിലെ ഒരു പ്രാദേശിക മിനുസമാർന്ന പ്രദേശമാണ് ഷറാദിന്റെ ദുർബലമായ കണ്ടെത്തലിന് കാരണമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഈ മിനുസമാർന്ന പ്രദേശം റഡാർ സിഗ്നലുകളെ വ്യത്യസ്തമായി പ്രതിഫലിപ്പിക്കാൻ സാധ്യതയുണ്ട്. MARSISന്റെയും ഷറാദിന്റെയും കണ്ടെത്തലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ്.